ഇന്നലെ തീരുമാനിച്ച് ഇന്ന് കൃത്യമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചിട്ട് പറ്റാത്തവരാണോ നിങ്ങൾ? മുഴുവൻ സമയവും വേസ്റ്റ് ആക്കി കളയുന്നവരാണോ നിങ്ങൾ? ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കാൻ നോക്കിയിട്ട് പറ്റാത്തവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് സമയം ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹലോ മക്കളെ, ഇത് നിങ്ങളുടെ സ്വന്തം ഹരിസാറാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ടൈമിൻ്റെ വാല്യൂ എന്താണ്, സമയത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് വളരെ കുറഞ്ഞ വാക്കുകളിൽ പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എൻ്റെ മക്കളെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. ഓക്കെ, ടൈം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ട്, ഒരേപോലെയാണ് അല്ലേ? ഇപ്പോൾ സാറിൻ്റെ ലൈഫിൽ 24 മണിക്കൂറുണ്ട്, നിങ്ങളുടെ ലൈഫിൽ 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അപ്പോൾ ഏത് രീതിയിൽ അത് ചിലവാക്കുന്നു, ഏത് രീതിയിൽ അതിനെ ചിലവഴിക്കുന്നു, കൃത്യമായിട്ടൊരു ടൈം മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് കിട്ടിയോ മക്കളെ? എന്താണ് ഇപ്പോൾ സാറ് പറയാൻ വന്നൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മുടെ പൈസ, മണി എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്ന ഒരു വസ്തുവാണ് മണി. അത് കൃത്യമായിട്ട് നമ്മൾ ചിലവാക്കും. എക്സ്പെൻസസ് അല്ലേ, ചിലവുകൾ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യും. പൈസേനെ നമ്മൾ അഭദ്രമായിട്ട് സൂക്ഷിക്കും, അങ്ങനെയൊന്നും ചിലവാക്കില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പൈസയെക്കാളും മൂല്യമുള്ളൊരു വസ്തുവാണ് ഈ ടൈം എന്ന് പറയുന്നത്, അഥവാ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്ന സാധനത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാവും, വളരെ വലിയ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പൈസയെക്കാട്ടും വാല്യൂ ടൈമിനുണ്ടെന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം മക്കളെ, നമ്മളെ പഠിക്കുമ്പോൾ കുറേ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ലൈഫിൽ കയറി വന്നുകൊണ്ടേയിരിക്കും, ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അതവിടെ നിൽക്കുക. ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ നിന്നോട്ടെ. സാർ കംപ്ലീറ്റ്ലി ബാക്കിയുള്ളവരെ പോലെ ഡിസ്ട്രാക്ഷൻസിനെ എടുത്ത് മാറ്റൂ, നിങ്ങൾ ഫോൺ എടുത്ത് മാറ്റൂ എന്നൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഇതിനൊക്കെ ഒരു പ്ലേസ് കണ്ടെത്തുക, ഇതിനൊക്കെ ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. നിങ്ങളെല്ലാം വേണം. നിങ്ങൾക്ക് ഫോൺ വേണം, നിങ്ങൾക്ക് ഷോർട്സ് വേണം. ഷോർട്സില്ലേ, നമ്മൾ ഷോർട്സ് കാണും, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഷോർട്സ് കാണണം, നിങ്ങൾ വീഡിയോസ് കാണണം, എല്ലാം കാണണം. പക്ഷേ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ എന്നുള്ളതാണ്. ടൈമാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾ എത്ര സമയം ഇതിനായിട്ട് അലോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്? എത്ര സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്? അപ്പം ടൈം എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ടൈം എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. സാറും പണ്ട് ഭയങ്കരമായിട്ടൊക്കെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. പിന്നീട് മനസ്സിലായി ഇതിൻ്റെ ഒരു കോണ്ടന്റ് കൺസ്യൂമിങ് ഇല്ലേ, നമ്മൾ ഈ പറയുന്നിട്ടുള്ള ഈ ആശയങ്ങൾ നമ്മൾ ഫോണിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, എന്തെങ്കിലും കൂടി നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്യുന്നത്, അതിൻ്റെ അളവ്, അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റഡീസിനെ ബാധിക്കും, നമ്മുടെ പഠിത്തത്തിനെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടൈം മാനേജ്മെന്റ് എന്നുള്ളതിൻ്റെ പ്രാധാന്യം, പ്രസക്തി എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ആലോചിക്കുക. എന്തുകൊണ്ടായിരിക്കും മക്കളെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവാം? നമ്മളിപ്പോൾ ഒരു കാര്യം കണ്ടു അല്ലേ, നമ്മളിപ്പോൾ ഒരു ഫോൺ എടുത്തു, സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സാധനം പഠിച്ചു, മടുത്തു, ഇനിയിപ്പോൾ ഫോൺ എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്തു, ഒരു വീഡിയോ, ഒരു ഷോർട്സ്, 2 ഷോർട്സ്, 3 ഷോർട്സ്, 4, 5 അങ്ങനെ അങ്ങ് പോയി. നമ്മുടെ ബ്രെയിൻ പറയാണ് നമ്മളോട്, കണ്ടോളൂ, ഇരുന്ന് കണ്ടോളൂ, എൻഗേജിങ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്സിൽ വലിയൊരു പ്രോബ്ലം ഉണ്ട്, അത് നോക്കണ്ട. ഇവിടെ എന്താണ്, എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾ കണ്ടോളൂ, പഠിച്ചോളൂ. പക്ഷേ എല്ലാ പാർട്ടും പറയുന്നുണ്ടോ? ബ്രെയിനിന്റെ എല്ലാ പാർട്ടും പറയുന്നില്ല. ഒരു സ്മോൾ പാർട്ട് അപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട്, പഠിക്ക്. ഓരോ സ്ക്രോൾ ചെയ്യുമ്പോഴും, ഓരോ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളോട് ബേക്ക് ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്, പഠിക്കുക. പക്ഷെ നിങ്ങളത് കേൾക്കണില്ല, നിങ്ങളത് അറിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും മക്കള്? ആ ഒരു കോണ്ടന്റിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയി പോകുന്നതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ എൻഗേജ്ഡ് ആവുന്നത്? ഇവിടെ വലിയൊരു പ്രോബ്ലം ഉണ്ട് ഇല്ലേ, എന്തോ വലിയൊരു പ്രോബ്ലം ഉണ്ട്. മാത്സിന്റെ പ്രോബ്ലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിന്റെ പ്രോബ്ലം ആയിക്കോട്ടെ. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നില്ല. നിങ്ങളുടെ മനസ്സ് മൊത്തം എൻജോയ്മെന്റിലേക്ക് പോവാണ്. ഇവിടെ ഷോർട്സ് കണ്ടു, ഒരാൾ ഡാൻസ് കളിക്കണം, ഒരാൾ പാട്ട് പാടുന്നു, നിങ്ങളത് കണ്ടു നിൽക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം. പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ട്, പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഈ ലോകം എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ് മക്കളെ, മത്സരമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്കും എടുത്തിട്ട് നിങ്ങൾ +1 ജോയിൻ ചെയ്യാൻ പോകുന്ന ദാറ്റ് മൊമെന്റ്, അവിടുന്ന് തൊട്ട് തന്നെ മക്കൾക്ക് ആ ഒരു സാധനം കിട്ടാൻ തുടങ്ങും. എന്താ അത്? നിങ്ങൾ ഏകജാലം വഴി അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിന് കോമ്പറ്റീഷൻ സംഭവിക്കും. സയൻസ് എടുക്കേണ്ടവർക്ക് സയൻസ് എടുക്കാം, കൊമേഴ്സ് എടുക്കേണ്ടവർക്ക് കൊമേഴ്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ലൈഫ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ നിറഞ്ഞതാവും. അപ്പൊ എൻ്റെ മക്കൾ ഇപ്പം
ഈ മൊമെന്റ് തൊട്ട്, ഈ വീഡിയോ കാണുന്ന മൊമെന്റ് തൊട്ട് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ കൃത്യമായിട്ട് എൻ്റെ ടൈം മാനേജ് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് ഞാൻ സമയത്ത് പഠിച്ച് തീർക്കുന്നുണ്ടോ ഒരു വിഷയം എന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എവിടെയും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ സ്വയം ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഓക്കെ, എവിടെയോ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ സമയം മര്യാദയ്ക്ക് കണ്ടെത്തുന്നില്ല എന്നൊരു സാധനം എൻ്റെ മക്കളെ മനസ്സിലേക്ക് അടിക്കും. ഓക്കെ, ഇപ്പം രാവിലെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, രാവിലെ മുതൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സ്ക്രോൾ ചെയ്യുന്ന അവസാനം രാത്രി നിങ്ങൾ കിടക്കാൻ നേരത്ത് നിങ്ങൾ ബെഡിൽ തല വയ്ക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഒരു സാധനം അടിച്ചു കയറാനുണ്ട്. എന്താ അത്? അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പ്രൊഡക്റ്റീവായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങളെ മനസ്സിലേക്ക് കയറുമ്പോൾ ഒരു റിഗ്രറ്റ് അടിക്കാനുണ്ട്, ഒരു വിഷമം നിങ്ങളെ മനസ്സിലേക്ക് വരാനുണ്ട്. ആ വിഷമം നിങ്ങളെ മനസ്സിലേക്ക് കയറുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ആരംഭിക്കുക. അവിടെ നിങ്ങൾ സെൽഫ് ഡൗട്ട് അടിക്കാൻ തുടങ്ങും, സ്വയം നിങ്ങളെ ചോദിക്കാൻ തുടങ്ങും, ഓക്കെ, എന്നെ കൊണ്ട് ഇതാവുന്നില്ല, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. ഫിയർ ഓഫ് ഫെയിലിയർ വരാൻ തുടങ്ങും. നിങ്ങൾ തോറ്റു പോകുമോ, ഓക്കെ, ഞാനിത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ തോറ്റുപോകും, പരാജിതനായിപ്പോവും, ഞാൻ മാറി നിൽക്കാം എന്നുള്ളൊരു തോട്ട് എൻ്റെ മക്കളെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. പാടില്ല, ഒരിക്കലും പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങൾ കൃത്യമായിട്ട് സമയത്തെ മാനേജ് ചെയ്യുക. കൃത്യമായിട്ട് ഓരോന്നിനും പഠിക്കാനായിട്ട് കുറച്ച് അധികം സമയം എടുക്കുക, കളിക്കാനും അതുപോലെ തന്നെ ഫോണിൽ നോക്കാനുമായിട്ട് കുറച്ച് അധികം സമയം നിങ്ങൾ മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സമയം എന്ന് പറയുന്നത് രണ്ട് വിഭാഗത്തിൽ നിങ്ങൾക്ക് പെടുത്താം. ഇപ്പം എൻ്റെ മക്കളെ കാര്യം സാറ് പറയുമ്പോൾ പഠിക്കാൻ വേണ്ടി ഒരു സമയം, ഫോണിൽ കളിക്കാൻ ഒരു സമയം, ഉറങ്ങാനൊരു സമയം, ഇത് നിങ്ങൾ ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം റെഡിയാണ്. നിങ്ങൾ മൺഡേ മുതൽ, തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വരെ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ടേബിളിനെക്കാട്ടിയും ഫിക്സ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കയറാൻ പോകുന്ന ഈ ടൈം ഫിക്സേഷനാണ്. ഓക്കെ, ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു 21 ദിവസം, സാർ ഇത്രേ പറയുന്നുള്ളൂ, 21 ഡേയ്സ് എൻ്റെ മക്കൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ, ഒരു സമയം നിങ്ങൾ മനസ്സിൽ കണ്ട ആ സമയത്ത് മാത്രം ഫോൺ എടുത്തു കഴിഞ്ഞാൽ, ആ സമയത്ത് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഏത് സമയത്താണോ നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നത്, ഏത് സമയത്താണോ നിങ്ങൾ ഫോൺ എടുത്ത് നോക്കാൻ തീരുമാനിക്കുന്നത്, ആ ടൈമിൽ മാത്രം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്യാരണ്ടിയാണ് മക്കളെ, സാറ് ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ഓണപരീക്ഷയല്ല, ക്രിസ്മസ് അല്ല, ആനുവൽ എക്സാമിന് വരെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. സാറ് ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ആ ടൈം ഫിക്സ് ചെയ്താൽ മാത്രം മതി, ഏത് സമയത്ത് ഞാൻ എന്ത് പഠിക്കുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ ബ്രെയിൻ ആണ് കാരണം. ഷോർട്ടസ്റ്റ് വേ ആണ് എപ്പോഴും ബ്രെയിൻ തീരുമാനിക്കാം. ഇപ്പം നിങ്ങളെ പ്രശ്നം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും, ഓ, ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാം, ഷോർട്ടായിട്ട് എസ്കേപ്പ് ആവാം. ഓക്കെ, നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിക്കും. അതേ പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ചിന്തിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ കടുപ്പമുള്ള വിഷയം വരുമ്പോൾ, ടഫായിട്ടുള്ള വിഷയം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ, എനിക്കിതിൽ നിന്ന് എസ്കേപ്പ് ആവണം, കുറച്ച് എനിക്ക് റിലാക്സേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എടുക്കും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. പക്ഷെ നിങ്ങൾ ആ റിലാക്സേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. എവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നോ അവിടെ നിന്ന് നിങ്ങൾക്ക് വിജയം ആരംഭിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നിർത്താനോ അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്താനോ ഒന്നുമല്ല സാറ് പറയുന്നത്. ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വേണം. ആ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങളെ മുന്നിലേക്ക് ആ ഒരു ഫോൺ വന്നുമ്പോൾ നിങ്ങൾ കാണും, ഓക്കെ, 2 റീല് 3 റീല് മതി, സ്റ്റോപ്പ്, പഠിക്കാനുണ്ട്. പുറകുന്ന ഒരാൾ പറയും പഠിക്കുക, പക്ഷെ മുന്നിൽ നിന്ന് ഒരു ഭാഗം ബ്രെയിൻ നിങ്ങളോട് പറയാണ്, ഓക്കെ, കണ്ടോളൂ, നല്ല രസമുണ്ട്, അടിപൊളി സാധനമാണ് എന്നങ്ങ് പറയുകയും ചെയ്യും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരണം, പഠിക്കണം, പഠിച്ചിരിക്കണം എന്നുള്ള സാധനം എൻ്റെ ഉള്ളിൽ വരണം. അത് വന്നാൽ തന്നെ മക്കളെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. അപ്പം ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സമയത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എനിക്കോ മക്കൾക്കോ മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്ത് തന്നെയാണ്, പ്രാധാന്യമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കുക, നിങ്ങളെ ചേട്ടനും ചേച്ചിക്ക് ഇത് കാണിച്ചു കൊടുക്കുക, എല്ലാവർക്കും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയാം, ഇതാണ് ടൈമിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ടൈം മര്യാദയ്ക്ക് അലോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പരാജിതയാവാം. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കുക കൃത്യമായിട്ട്. വേറൊന്നുമില്ല, ടൈം ടേബിൾ എഴുതുന്ന പരിപാടിയൊക്കെ പഴയ കാലം. നിങ്ങൾ സ്വയം തീരുമാനിക്കുക, ഓക്കെ, ഇന്ന ടൈമിൽ ഞാൻ പഠിച്ചിരിക്കും, അത് ഇന്ന വിഷയമൊന്നുമില്ല. ഏതാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. മൺഡേ നിങ്ങൾക്ക് സോഷ്യൽ പഠിക്കാൻ തോന്നിയാൽ പഠിക്കാം, മൺഡേ നിങ്ങൾക്ക് മാത്സ് പഠിക്കണം തോന്നിയാൽ പഠിക്കാം, മൺഡേ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കണം തോന്നിയാൽ പഠിക്കാം. ഇഷ്ടമുള്ള വിഷയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം പഠിക്കാം. പക്ഷേ പഠിക്കുന്നതിന് ഒരു ടൈം കണ്ടെത്തണം, ഫോണിൽ കളിക്കുന്നതിന് ഒരു ടൈം കണ്ടെത്തണം, ഗ്രൗണ്ടിൽ പോയി ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നതിനൊരു ടൈം കണ്ടെത്തണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലൈഫിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇമ്മെൻസ് ആണ്, വളരെ വലുതാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇത്രയും സാറിന് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്ന് മുതൽ ഇപ്പൊ ഇതിന്റെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ട്, എല്ലാ കാര്യത്തിനും ടൈം എന്ന് പറയുന്നത് വാല്യൂബിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക, ചെയ്യുക. ഓക്കെ, അടിപൊളിയായിരിക്കുക. ടൈം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ.